ഫ്രണ്ട്സ്, വെൽക്കം ടു PreSuccess കോഡ്സ്. PreSuccess കോഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശാസ്ത്ര രംഗത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളും ആ ഉപകരണങ്ങൾ എന്തിനു വേണ്ടി ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് തെർമോമീറ്റർ. തെർമോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സാധാരണ നിലയിൽ ഊഷ്മാവ്, അന്തരീക്ഷ ഊഷ്മാവ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് അളക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കാറ്? തെർമോമീറ്റർ ഉപയോഗിക്കാറ്. അന്തരീക്ഷ ഊഷ്മാവ് അതുപോലെ തന്നെ പല രീതിയിലുള്ള തെർമോമീറ്ററുകൾ അവൈലബിൾ ആണ്. പൊതുവിൽ പറയുമ്പോൾ എന്ത് പറയാം? തെർമോമീറ്റർ എന്തിനു ഉപയോഗിക്കുന്നു? ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഊഷ്മാവ് അളക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇനി തെർമോമീറ്റർ ഊഷ്മാവ് അളക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബാരോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അന്തരീക്ഷ മർദ്ദം അളക്കാനാണ്, പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ബാരോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇനി ഹൈഗ്രോമീറ്റർ ഉപയോഗിക്കുന്നത് അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ് മെഷർ ചെയ്യാനാണ്, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ് അളക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഹൈഗ്രോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദമാണെങ്കിൽ ഹൈഗ്രോമീറ്റർ എന്താണ്? അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ്. ഇനി ഹൈഡ്രോമീറ്റർ, മാറിപ്പോരുത്, ഹൈഗ്രോമീറ്റർ അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവാണ്. ഹൈഡ്രോമീറ്റർ എന്തിനാണ്? ദ്രാവകങ്ങളുടെ സാന്ദ്രത, അതായത് ലിക്വിഡിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ്, ഫ്ലൂയിഡുകളുടെ അല്ലെങ്കിൽ ലിക്വിഡുകളുടെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഹൈഡ്രോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇനി ലാക്ടോമീറ്റർ പാലിൻ്റെ സാന്ദ്രത അളക്കാനാണ് ഉപയോഗിക്കുന്നത്. ലാക്ടോമീറ്റർ പാലിൻ്റെ സാന്ദ്രത അളക്കാൻ, മിൽക്ക് ഡെൻസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ലാക്ടോമീറ്റർ. അടുത്താണ് ആൾട്ടിമീറ്റർ. ആൾട്ടിമീറ്റർ എന്തിനു ഉപയോഗിക്കുന്നു? ഉയരം അളക്കാനാണ്, ആൾട്ടിറ്റ്യൂഡ് അളക്കാനാണ്, ഉയരം അളക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ആൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നത്. കാലറി മീറ്റർ ഉപയോഗിക്കുന്നത് താപം അളക്കാനാണ്, അല്ലെങ്കിൽ എനർജി അളക്കാനുള്ള ഒരു മീറ്ററാണ് ഇത് കാലറി മീറ്റർ. താപം അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എനർജി അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത് കാലറി മീറ്റർ. അടുത്തത് ടാക്കോമീറ്റർ. ടാക്കോമീറ്ററാണ്. ടാക്കോമീറ്റർ എന്തിനാണ്? നമ്മുടെ വാഹനങ്ങളിലൊക്കെ, ഓട്ടോമൊബൈൽസിലൊക്കെ കാണാറുന്ന മീറ്ററാണിത് ടാക്കോമീറ്റർ. അതായത് ഒരു വാഹനത്തിൻ്റെ, മൂവിങ് ആയിട്ടുള്ളൊരു വസ്തുവിൻ്റെ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ വേഗത, സ്പീഡ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടാക്കോമീറ്റർ. ടാക്കോമീറ്റർ എന്താണ്? വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ടാക്കോമീറ്റർ. ഇനി ഫാത്തോമീറ്റർ എന്തിനാണ്? നിരവധി തവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഫാത്തോമീറ്റർ. ഫാത്തോമീറ്റർ എന്താണ്? സമുദ്രത്തിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫാത്തോമീറ്റർ. എന്താണ്? സമുദ്രത്തിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫാത്തോമീറ്റർ. അടുത്തത് ക്രോണോമീറ്റർ. ഫാത്തോമീറ്റർ നമ്മൾ പറഞ്ഞു എന്താണ്? കപ്പലിലെ അല്ലെങ്കിൽ കപ്പൽ സഞ്ചാരികൾക്കൊക്കെ സമുദ്രത്തിൻ്റെ ആഴമളക്കാൻ, അല്ലെങ്കിൽ സമുദ്രവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആഴമളക്കാനാണ് ഇത് ഫാത്തോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇനി ക്രോണോമീറ്റർ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ കപ്പൽ സഞ്ചാരികൾക്ക് കൃത്യസമയം കണ്ടെത്താനാണ് ക്രോണോമീറ്റർ. കപ്പലുകളിൽ കൃത്യസമയം കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത് ക്രോണോമീറ്റർ. അടുത്തത് ആനിമോമീറ്റർ. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. ആനിമോമീറ്റർ എന്തിനു ഉപയോഗിക്കുന്നു? അല്ലെങ്കിൽ കാറ്റിൻ്റെ ശക്തി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ എന്തുണ്ടായിരിക്കും? ആനിമോമീറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ആനിമോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? കാറ്റിൻ്റെ ശക്തി അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ആനിമോമീറ്റർ. അടുത്താണ് ഇബുലിയോസ്കോപ്പ്. എന്താണ് ഇബുലിയോസ്കോപ്പ്? ഇബുലിയോസ്കോപ്പ് ദ്രാവകങ്ങളുടെ തിളനില അളക്കാനാണ് ഉപയോഗിക്കുന്നത്. ദ്രാവകങ്ങളുടെ തിളനില കണ്ടെത്താൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്, ഉപകരണമാണ് ഇത് ഇബുലിയോസ്കോപ്പ്. ഇബുലിയോസ്കോപ്പ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ദ്രാവകങ്ങളുടെ തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് അളക്കാനാണ് ഉപയോഗിക്കുന്നത്? ഇബുലിയോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഇനി സാക്കറിമീറ്റർ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ പഞ്ചസാരയുടെ അളവറിയാനാണ് സാക്കറിമീറ്റർ ഉപയോഗിക്കുന്നത്. സാക്കറിമീറ്റർ എന്തിനു ഉപയോഗിക്കുന്നു? പഞ്ചസാര, ഷുഗറിൻ്റെ അളവറിയാനാണ്, ഷുഗർ മെഷർ ചെയ്യാനാണ് സാക്കറിമീറ്റർ ഉപയോഗിക്കുന്നത്. ക്രെസ്കോഗ്രാഫ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു?
ചെടികളുടെ വളർച്ച അളക്കാനാണ് ക്രെസ്കോഗ്രാഫ് ഉപയോഗിക്കുന്നത്. ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രെസ്കോഗ്രാഫ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ചെടികളുടെ വളർച്ച അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സിസ്മോമീറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ സിസ്മോഗ്രാഫ് അല്ലെങ്കിൽ സിസ്മോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഭൂചലനം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ് സിസ്മോമീറ്റർ അല്ലെങ്കിൽ സിസ്മോഗ്രാഫ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിസ്മോഗ്രാഫ് അല്ലെങ്കിൽ സിസ്മോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഭൂചലനം രേഖപ്പെടുത്താൻ, എർത്ത് ക്വേക്ക് മെഷർ ചെയ്യാനാണ് എന്തുപയോഗിക്കുന്നത്? സിസ്മോമീറ്റർ അല്ലെങ്കിൽ സിസ്മോഗ്രാഫ്. അടുത്തത് അമീറ്റർ. അമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? കറണ്ട് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹം മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അമീറ്റർ. വോൾട്ട് മീറ്ററോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് വോൾട്ട് മീറ്റർ. അമീറ്റർ എന്തിനാണ്? വൈദ്യുതി പ്രവാഹം അല്ലെങ്കിൽ കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്നതാണ് അമീറ്റർ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ്, അതല്ലെങ്കിൽ മലയാളത്തിൽ എന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത് വോൾട്ട് മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഗാൽവനോമീറ്റർ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? പെട്ടെന്ന് കൺഫ്യൂഷൻ ആയി പോകും അമ്മീറ്ററും ഗാൽവനോമീറ്ററും തമ്മിൽ. അമ്മീറ്റർ എന്തിനാണ്? പൊതുവിൽ വൈദ്യുതി പ്രവാഹം അളക്കാൻ, കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്നത്. ഗാൽവനോമീറ്റർ ആണെങ്കിലോ വളരെ കുറഞ്ഞ അളവിലുള്ള വൈദ്യുതി അളക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത് വളരെ കുറഞ്ഞ അളവിലുള്ള വൈദ്യുതി അളക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്, ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത്. അടുത്ത പൈറോമീറ്റർ. ഉയർന്ന ഊഷ്മാവ്, വലിയ അളവിലുള്ള ഊഷ്മാവ് അളക്കാനാണ് ഏതുപയോഗിക്കുന്നത്? പൈറോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ശാസ്ത്രരംഗത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചില PSC പലതവണ ചോദിച്ചിട്ടുള്ള ചില ഉപകരണങ്ങൾ. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി പെട്ടെന്ന് നോക്കാം. എന്താണ്? തെർമോമീറ്റർ ഊഷ്മാവ് അളക്കാൻ, ബാരോമീറ്റർ അന്തരീക്ഷമർദ്ദം, ഹൈഗ്രോമീറ്റർ അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ്, ഹൈഡ്രോമീറ്റർ ദ്രാവകങ്ങളുടെ സാന്ദ്രത, ലാക്ടോമീറ്റർ പാലിൻ്റെ സാന്ദ്രത, ആൾട്ടിമീറ്റർ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്നു, കാലറിമീറ്റർ താപം അളക്കാൻ, ടോക്കോമീറ്റർ വേഗത അളക്കാനായിട്ട്, ഫാത്തോമീറ്റർ സമുദ്രത്തിൻ്റെ ആഴം അളക്കാൻ, ക്രോണോമീറ്റർ കപ്പലിൽ കൃത്യസമയം കണ്ടെത്താൻ, അനിമോമീറ്റർ കാറ്റിൻ്റെ ശക്തി, ഇബിലിയോസ്കോപ്പ് ദ്രാവകങ്ങളുടെ തിളനില അളക്കാൻ, സാക്കരിമീറ്റർ പഞ്ചസാരയുടെ അളവറിയാൻ, ക്രെസ്കോഗ്രാഫ് ചെടികളുടെ വളർച്ച രേഖപ്പെടുത്താൻ, സിസ്മോമീറ്റർ ഭൂചലനം രേഖപ്പെടുത്താൻ, അമീറ്റർ എന്തിനാണ്? വൈദ്യുത പ്രവാഹം മെഷർ ചെയ്യാനാണ്, വോൾട്ടിമീറ്റർ പൊട്ടൻഷ്യൽ വ്യത്യാസം കണ്ടെത്താൻ, ഗാൽവനോമീറ്റർ വളരെ കുറഞ്ഞ അളവിലുള്ള വൈദ്യുതി അളക്കാൻ, പൈറോമീറ്റർ എന്തിനാണ്? ഉയർന്ന ഊഷ്മാവ് രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ ഉയർന്ന ഊഷ്മാവ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൈറോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക്